നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അള്ളാഹുവിനെ ഭരമേൽപ്പിക്കുന്ന എന്തെങ്കിലും ഉണ്ടോ? മകളുടെ കല്യാണം വന്നു, നമ്മൾ ചെയ്യുന്ന എന്താ? ഈ മകളുടെ കല്യാണം വരുമ്പോ ആദ്യം നമ്മൾ സ്വർണം പണയം വെക്കാൻ നോക്കും. അത് പണയം വെച്ചാൽ അത് നമ്മൾ ഉദ്ദേശിക്കുന്ന പൈസ കിട്ടിയില്ലെങ്കിൽ നമ്മൾ അത് വിൽക്കാൻ നോക്കും. എന്നിട്ട് വിറ്റ്, അല്ലെങ്കിൽ നമ്മൾ നാട്ടിലുള്ള ഓരോ പ്രമുഖരായ വട്ടിപ്പലിശക്കാര്, ബ്ലേഡ് പലിശക്കാര്, പലിശ കൊണ്ട് വയറ് നിറയ്ക്കുന്ന, പള്ള വീർപ്പിക്കുന്ന നാട്ടിലെ നാണം കെട്ട പലിശക്കാരന്റെ വീട്ടിന്റെ മുമ്പിൽ ചെന്ന് നായ്ക്കളെ പോലെ നിരങ്ങി നടന്നിട്ട് നമ്മൾ ചോദിക്കും. ആ പലിശ പണം കിട്ടിയാൽ നമ്മളുടെ കാര്യം റാഹത്തായി. അത് കിട്ടിയില്ലെങ്കിലോ നമ്മൾ ഏതെങ്കിലും ബാങ്കിൽ ലോൺ എടുക്കും, അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങൾ ചെയ്യും. ഇതൊന്നും ചെയ്തിട്ട് നമ്മുടെ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ പരമാവധി എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യും. ഞാൻ വിശദീകരിക്കുന്നില്ല. വിശദീകരണവും തഫ്സീറും ബയാനും കൂടിയാൽ വിഷയം നമുക്ക് പൂർത്തിയാക്കാൻ പറ്റില്ല. അങ്ങനെയൊക്കെ ചെയ്ത് അവസാനം നടക്കാതെ വന്നു, കല്യാണത്തിന്റെ ദിവസമെത്തി. ആ സമയത്ത് നമ്മൾ പറയുന്നത് എന്താ? വീട്ടില് കോലായിൽ, വീടിന്റെ സിറ്റ് ഔട്ടിൽ കസേര പിടിച്ചിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് വീട്ടിൽ മണിയറ ഒരുക്കേണ്ട റൂമിനകത്ത് മകള് കിടക്കുമ്പോ അടുക്കളയിൽ നിന്ന് പാത്രങ്ങൾ പുറക്കി എറിയുകയാണ് ഉമ്മ. കാരണം ഒരു ഭാഗത്ത് സങ്കടം, ഒരു ഭാഗത്ത് ദേഷ്യം. എന്ത് ചെയ്യാനാണ്? അങ്ങനെയൊക്കെ ഇരിക്കുമ്പോ വാപ്പ പറയുന്നൊരു വാക്കുണ്ട്, ഇനി എല്ലാം പടച്ചവന്റെ കയ്യിൽ. ഏത്? ചേലയിലെ പലിശക്കാരൻ കഴിഞ്ഞ് മൂഴിയിലെ ബ്ലേഡ് പലിശ, ഞാൻ ഒരു ഉദാഹരണം പറയാണ് കേട്ടാ. പലിശക്കാരൻ കഴിഞ്ഞ് നാട്ടിലുള്ള എല്ലാ ബാങ്കും കഴിഞ്ഞ് എല്ലാ ലോൺ കിട്ടുന്ന പ്രദേശങ്ങളും കഴിഞ്ഞ് അവസാനം നമ്മൾ കൊടുക്കുന്ന ഒരു വില നമ്മുടെ പടച്ചോന്, നമ്മുടെ പാച്ചോൻ അങ്ങനത്തെ ഒരു കാര്യം വേണ്ട. പാച്ചോൻ ആദ്യം ഏൽപ്പിച്ചിട്ട് പോകാൻ പറ്റുമെങ്കിൽ പോയാൽ മതി, ഇല്ലാതെ അള്ളാഹ്ക്ക് നമ്മുടെ ഇതൊന്നും വേണ്ട. അള്ളാഹ് നമ്മുടെ കാര്യം ഏറ്റെടുക്കും. എന്തു വേണം? ആദ്യം നമ്മൾ റബ്ബിനെ ഏൽപ്പിക്കണം, ആദ്യം നമ്മൾ പടച്ചവനെ ഏൽപ്പിക്കണം. അള്ളാഹുവേ, ഞാൻ എന്റെ മകളുടെ വിവാഹമാണ്, നീ സഹായിക്കണം, എന്റെ കയ്യിൽ ഒന്നുമില്ല, നീ തന്നാലേ എനിക്ക് നിറയൂ, നീ തടുത്താൽ ആരും തന്നാലും എനിക്ക് തികയില്ല, നീ വിധിച്ചാൽ ആ വിധിയെ മാറ്റാൻ ആർക്കും കഴിയില്ല. അതുകൊണ്ട് റബ്ബേ, എന്റെ മകളുടെ വിവാഹമാണ്. എല്ലാ സ്ത്രീകളെ പോലെയും എന്റെ മകൾക്കും ആഗ്രഹങ്ങളുണ്ട്, വികാരമുണ്ട്, വിചാരമുണ്ട്, എനിക്കും ആഗ്രഹങ്ങളുണ്ട്. അതുകൊണ്ട് ഞാൻ തേടുകയാ റബ്ബേ, എന്നെ കൈയൊഴിയല്ലേ അല്ലാ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി നോക്ക്. നിന്റെ മകളെ കൂട്ടത്തിൽ 2 പെണ്ണുങ്ങളുടെ കെട്ടിക്കാനുള്ള പൈസ നിനക്ക് വരും. അതാണ് തവക്കുൽ എന്ന് പറയുന്നത്. റബ്ബിനെ ഏൽപ്പിക്കണം, നമ്മൾ ഏറ്റെടുക്കരുത്. മുഖത്തൊരു മുഖക്കുരു വന്നു, മെഡിക്കൽ സ്റ്റോർ, ആദ്യമൊക്കെ അത് പല രീതിയിലും ക്രീമൊക്കെ ഇട്ട് പോകുമെന്ന് കരുതി പോയില്ല. ഹോസ്പിറ്റലിൽ ചെന്ന് കാണിച്ചപ്പോൾ പറഞ്ഞു, ഒരു പ്രത്യേക ക്രീം എഴുതി കൊടുത്തു, അതിട്ടിട്ടും പോകുന്നില്ല. എന്നിട്ട് അവസാനം സംശയം വന്നപ്പോ അത് വേറൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് കാണിച്ചു. അവര് പറഞ്ഞു, ഞങ്ങൾക്ക് സംശയമുണ്ട്. അങ്ങനെ അവസാനം ആ സംശയമുണ്ടെന്ന് പറഞ്ഞ ഡോക്ടർ റെഫർ ചെയ്തു. അങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ പോയി, അവിടെ നിന്ന് കുത്തിയെടുത്ത് പരിശോധിച്ചു. അതിന്റെ റിപ്പോർട്ട് വന്നു, പത്തോളജിയിൽ നിന്ന് റിപ്പോർട്ട് വന്നു. അപ്പോഴാണ് പറയുന്നത്, നിങ്ങൾക്ക് ക്യാൻസർ ആണ്. നമ്മൾ എന്താ പറയുന്നത്? ഇനി എന്റെ റബ്ബിന്റെ കയ്യിലാണുള്ളത്, ഇനി പടച്ചവന്റെ കയ്യിലാണുള്ളത്. അങ്ങനെയല്ല, നമ്മൾ ഏത് കാര്യത്തിന് ഇറങ്ങുമ്പോഴും ആദ്യം നമ്മൾ സർവ്വതും സമർപ്പിക്കേണ്ടത് നമ്മുടെ പടച്ചവനാണ്. ആ പടച്ചവനെ ഏൽപ്പിച്ചാൽ എന്തും കാര്യങ്ങളും നിസ്സാരമാക്കി തരാൻ അള്ളാഹുവിന് കഴിവുണ്ട്. കാരണം അവനാണ് ഈ രാജ്യത്തിന്റെ, ഈ ലോകത്തിന്റെ സൃഷ്ടിച്ചത് അള്ളാഹുവാണ്. അവനാണ് ഈ ലോകത്തെ സംരക്ഷിക്കുന്നവൻ, അവനാണ് അവസാനം ഇതിനെ സംഹരിക്കുന്നവൻ. അതുകൊണ്ട് അവന്റെ സഹായമല്ലാതെ വേറെ ഒന്നും നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് അവനെ ആദ്യം കൊണ്ട് ഏൽപ്പിക്കണം. മഹാന്മാരായ ഉലമാക്കള്, മുത്തവക്കിലീങ്ങൾ അള്ളാഹുവിനെ ഭരമേൽപ്പിക്കുന്നതിന്റെ ഒരു ഉദാഹരണം പറയുന്നുണ്ട്. എന്താണെന്നറിയോ? ഒരു മനുഷ്യനെ ശത്രുക്കളെല്ലാം കൂടി ഓടിച്ച് അവസാനം അയാൾ ചെന്ന് ഒരു വലിയ പർവ്വതത്തിന്റെ മുകളിലുള്ള ഒരു കോട്ട, ആ കോട്ടയ്ക്കകത്ത് കയറി. ആ കോട്ടയുടെ അകത്ത് കയറിയപ്പോൾ ഇനി ഒരിക്കലും ഈ ഓടിച്ച ശത്രുക്കൾക്ക് അയാളെ പിടിക്കാൻ കഴിയില്ല. അയാൾ കോട്ടവാതിലടച്ചു. അതിനകത്ത് നിൽക്കുന്ന ആളുകൾക്ക് പുറത്ത് നിൽക്കുന്നവരെ നന്നായിട്ട് കാണാം. ശത്രുക്കൾ അങ്ങനെ നിൽക്കുന്നത് ഈ കോട്ടയ്ക്കകത്ത് നിൽക്കുന്നവൻ കാണുകയാണ്. പക്ഷേ പുറത്ത് നിൽക്കുന്ന ശത്രുക്കൾക്ക് അവനെ കാണാൻ പറ്റുന്നില്ല. അങ്ങനെ അവൻ സുരക്ഷിതനായി കോട്ടയുടെ അകത്തളത്തിൽ നിൽക്കുന്നു. അവിടെ നടക്കുന്ന മുഴുവനും അവൻ ലൈവായിട്ട് കാണുന്നു. പക്ഷെ പുറത്ത് നിൽക്കുന്നവർക്ക് ഒരാൾക്ക് പോലും അവനെ ഉപദ്രവിക്കാൻ കഴിയുന്നില്ല. അവൻ എന്ത് ഭയമാവുള്ളത്? ഇതാണ് മുത്തവക്കിലിന്റെ ഭരമേൽപ്പിക്കുന്നവന്റെ ഉപമയെന്ന് മഹാന്മാര് നമ്മളെ പഠിപ്പിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? നമ്മൾ അള്ളാഹുവിനെ ഏൽപ്പിച്ചാൽ ആളുകൾ പറയും, എന്താ ചെയ്യാ ഇനി
അതൊക്കെ ആളുകൾ ഇങ്ങനെ പറയും. വല്ലാത്ത കഷ്ടമാണല്ലോ. നമ്മുടെ മനസ്സിൽ എന്താണ്? ശത്രുക്കൾ കോട്ടയുടെ മുന്നിൽ നിൽക്കുന്നത് പോലെ ആളുകളുടെ പറച്ചിലുകൾ, ആളുകളുടെ സംഭാഷണങ്ങളൊക്കെ നമ്മൾ നോക്കിക്കാണും. ഉള്ളില് ഞാൻ സുരക്ഷിതനാണ്, ഞാൻ എന്റെ റബ്ബിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്, ഇനി എന്റെ റബ്ബ് നോക്കിക്കോളൂ എന്നൊരുറച്ച വിശ്വാസം. ആ വിശ്വാസം വേണം പ്രിയപ്പെട്ടവരെ. ഇനി അതൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് ജീവിക്കാൻ പറ്റും. മുമ്പൊക്കെ ആണെങ്കിൽ അതില്ലെങ്കിലും അള്ളാഹു അങ്ങ് തട്ടി വിടുമായിരുന്നു. ഇനി അതൊന്നും ഇല്ലാതെ അങ്ങോട്ട് മുമ്പോട്ട് പോകാൻ പറ്റുമെന്ന് ഒരു ധാരണയും നമുക്ക് വേണ്ട, ഒരു ധാരണയും വേണ്ട. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും തവക്കുലുള്ളവരായി മാറണം. 9 ആയത്തുകളിലൂടെയാണ് ഹബീബായ നബി തങ്ങളോട് അല്ലാഹു തആല തവക്കുൽ ചെയ്യാൻ പറഞ്ഞത്. 9 ആയത്തുകളിലാണ് അല്ലാഹു തആല നബി തങ്ങളോട് തവക്കുലാക്കാൻ പറഞ്ഞത്. അതിൽ 4 ആയത്തുകൾ വിശുദ്ധമായ മക്കത്ത് വെച്ച് അവതരിപ്പിക്കപ്പെട്ടതാ. 5 ആയത്തുകൾ അങ്ങ് മദീനയിൽ ചെന്നതിന് ശേഷം അവതരിപ്പിക്കപ്പെട്ടതാ. അത് തൽക്കാലം നമുക്ക് പറയാനുള്ള സമയമില്ല, വിശദീകരണം ഒരുപാട് വേണ്ടതാ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാൻ എന്റെ വിഷയത്തിൽ നിന്ന്, ഈ തവക്കുലിന്റെ വിഷയത്തിൽ നിന്ന് മറ്റൊരു ഭാഗത്തിലേക്ക് ഞാൻ തിരിയുകയാ. എന്താ തവക്കുലെന്നറിയോ? കാര്യകാരണങ്ങളെ നമ്മൾ തവക്കുലാക്കുമ്പോ അതിന്റെ കാര്യകാരണങ്ങളെ മുഴുവനും നമ്മൾ ചെയ്യേണ്ടി വരും. എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യണം, അല്ലാത്തത് നമുക്കൊരിക്കലും ചെയ്തു തരില്ല അല്ലാഹു തആല. നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്തു, എന്നിട്ട് ഫസ്റ്റ് ഗിയർ ഇട്ടിട്ട് നമ്മൾ പറയുകയാണ്, ഇനി റബ്ബ് നോക്കിയോട്ടെ, ഞാൻ തവക്കലിട്ടു അലല്ലാ. പെട്ടെന്ന് വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങിയാൽ വാഹനം മുന്നോട്ട് പോകില്ല, പോയാൽ മറ്റെവിടെങ്കിലും ഇടിച്ചു നിൽക്കും. എന്തുകൊണ്ടെന്നറിയോ? അനസ് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുകയാ, ഒരു ദിവസം മദീനത്തുൻ നബവിയുടെ മുന്നിൽ അതാ ഒരു മനുഷ്യൻ ഒട്ടകപ്പുറത്ത് കയറി വരികയാ. ഒട്ടകപ്പുറത്ത് കയറി വന്നു. എന്നിട്ട് മദീനയുടെ മുന്നിൽ വന്ന ആ മനുഷ്യൻ അങ്ങ് ഒട്ടകത്തിൽ നിന്ന് ഇറങ്ങുമ്പോ അനസ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ മുന്നിൽ ഇരിക്കുകയാ. അനസ് റളിയല്ലാഹു പറയുകയാണ്, ഈ മനുഷ്യൻ വന്ന് നബി തങ്ങളോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, നബിയേ അതവക്കലു യാ ഹബീബല്ലാഹ്, ഞാൻ അല്ലാഹുവിനെ ഭരമേൽപ്പിക്കട്ടെ നബിയേ, ഞാൻ എന്റെ ഒട്ടകത്തെ റബ്ബിനെ ഏൽപ്പിക്കട്ടെ നബിയേ. ആ സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞതെന്തെന്നറിയോ? നീ പെട്ടെന്ന് ചെന്ന് ഒട്ടകത്തെ കെട്ടിയിട്, എന്നിട്ട് നീ അല്ലാഹുവിനെ ഭരമേൽപ്പിക്ക്. നീ ഒട്ടകത്തെ കെട്ടിയിടാതെ അല്ലാഹുവിനെ ഭരമേൽപ്പിച്ചാൽ ഒട്ടകം പോവും. അത് റബ്ബിന് കഴിവില്ലാത്തതിന്റെ പേരിലല്ല, നീ ആദ്യം റബ്ബിനെ ഏൽപ്പിക്കാത്തതിന്റെ പേരിലുള്ള പടച്ചവന്റെ പിണക്കവുമല്ല. പിന്നെ എന്തുകൊണ്ടാണ് ഈ ലോകത്ത് എല്ലാ സബബുകൾ കൊണ്ടാണ് പടച്ചതമ്പുരാൻ കാര്യങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിന്റെ ഡ്യൂട്ടി നീ നിർവഹിക്കണം. നീ ചെന്നിട്ട് ആ ഒട്ടകത്തെ ബന്ധിക്കുക, ബന്ധിച്ചിട്ട് നീ വരിക, എന്നിട്ട് അല്ലാഹുവിനെ ഭരമേൽപ്പിച്ചാൽ എത്ര വർഷം കഴിഞ്ഞാലും ഒട്ടകം അവിടെ തന്നെ ഉണ്ടാകും. അതുകൊണ്ടല്ലേ ഒരു മഹാൻ പറഞ്ഞത്, തവക്കൽ അലർ റഹ്മാനി ഫിൽ അംരി കുല്ലിഹി വലാ തർഗബൻ ഫിൽ അജ്സി യൗമൻ അനി ത്വലബി അലം തറ അന്നല്ലാഹ ഖാല ലിമർയമി വഹുസി ഇലൈകിൽ ജിദ്അ يساقط الرتب ولو شاء أن تجني يهو من غير هزتي جنته ولكن كل شيء له سبب. ആ മഹാൻ പറഞ്ഞ ഈ 3 വരി ബൈത്ത് മതി എന്റെ പ്രിയപ്പെട്ടവരെ. എന്താണ് പറയുന്നത്? തവക്കൽ അലർ റഹ്മാനി ഫിൽ അംരി കുല്ലിഹി, എല്ലാ വിഷയത്തിലും നീ അല്ലാഹുവിനെ ഭരമേൽപ്പിക്കുക. വലാ തർഗബൻ ഫിൽ അജ്സി യൗമൻ അനി തലബി, അല്ലാഹുവിനെ ഭരമേൽപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് നീ അശക്തനായി ഒന്നും തേടാതെ ഒന്നും ചെയ്യാതെ വീട്ടിനകത്ത് ചടഞ്ഞിരിക്കല്ലേ മോനെ. എല്ലാം നിന്റെ റബ്ബ് നോക്കിക്കോളുമെന്ന് പറഞ്ഞിട്ട് കട തുറന്നിടാതെ നീ വീട്ടിനകത്ത് കയറി കിടക്കല്ലേ. എല്ലാ റബ്ബ് നോക്കിക്കോളുമെന്ന് പറഞ്ഞിട്ട് നീ വാഹനം ഡ്രൈവ് ചെയ്യുമ്പോ സ്റ്റീറിംഗിൽ പിടിക്കാതിരിക്കല്ലേ മോനെ. നീ ഒരിക്കലും ആ വിഷയത്തിൽ അശക്തനാകരുത്. എന്നിട്ട് അല്ലാഹുവിന്റെ ഒരു ഇടപെടൽ പറയുകയാണ്, അലം തറ അന്നല്ലാഹ ഖാല ലിമർയമി വഹുസി ഇലൈകിൽ ജിദ്അ യസാഖതുർ റതബു. അല്ലാഹുവിനെ നീ കണ്ടിട്ടില്ലേ? മറിയം ബീവിയോട് അല്ലാഹു പറഞ്ഞത് എന്താണ്? ഹുസി ഇലൈകി ബിൽ ജിദ്ഇ,
നീ ആ ഈത്തപ്പന കൊലയൊന്ന് പിടിച്ച് ചാക്കി മറിയമേ, എന്നിട്ട് അതിൽ നിന്ന് പെറുക്കി തിന്നു മറിയമേ. സഹോദരങ്ങളെ, അത് എന്താണെന്ന് ഞാൻ പറയാ. വീണ്ടും ആ മഹാൻ പറയുകയാണ്, മറിയം ബീവിയോട് ഈത്തപ്പനയിൽ നിന്ന് കൊല വലിച്ചെടുത്തിട്ട് അതിന്റെ പഴം പറിച്ചെടുത്തിട്ട് അത് ചവച്ച് നീ തിന്നണമെന്ന് അല്ലാഹു ആ മറിയമിനോട് പറഞ്ഞില്ലേ? വലൗ ശാ അന്ത ജിനിയഹു മിൻ ഗൈരി ഹിസ്സതി ജനതുഹു വലാകിൻ കുല്ലു ശൈഇൻ ലഹു സബബു. അല്ലാഹ് വിചാരിച്ചിരുന്നെങ്കിൽ, അല്ലാഹ്ക്ക് കഴിവുണ്ടല്ലോ, അല്ലാഹ് തീരുമാനിച്ചിരുന്നെങ്കിൽ, അല്ലാഹ് ചിന്തിച്ചിരുന്നെങ്കിൽ മറിയം ബീവിക്ക് ആ കൊലയെ തന്റെ മുന്നിലേക്ക് കൊണ്ടു കൊടുക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ അല്ലാഹു പറഞ്ഞത്, മറിയമേ, നീ അത് പിടിച്ച് ചായ്ച്ചിട്ട് അതിൽ നിന്ന് പറിച്ചു തിന്നാൻ വേണ്ടി കേട്ടാ. ഇതെന്താ സംഭവം എന്നറിയോ? മറിയം ബീവി റളിയല്ലാഹു തആല അൻഹ ഗർഭിണിയായി നമുക്കറിയുമല്ലോ. മറിയം ബീവിയെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട രാത്രിയാ ഇന്നലത്തെ രാത്രി. അതിലേറെ ചർച്ച ചെയ്യപ്പെട്ട രാത്രിയാണ് സഹോദരങ്ങളെ 6 ദിവസങ്ങൾക്ക് മുമ്പുള്ള ക്രിസ്മസ് രാത്രിയിൽ. ഇന്നലെയും ചർച്ച ചെയ്യപ്പെട്ടു. 6 ദിവസങ്ങൾക്ക് മുമ്പ് ക്രിസ്മസ് രാത്രിയിലും ചർച്ച ചെയ്യപ്പെട്ടു. ഇവിടെ ഞാൻ പറയുന്നു, മറിയം ബീവി റളിയല്ലാഹു തആല എന്ന യേശുവെന്ന ഈസാ നബിയുടെ പ്രിയപ്പെട്ട ഉമ്മ മറിയം ബീവി പരിപൂർണ ഗർഭിണിയായി. എങ്ങനെയാണ്? ദിവ്യഗർഭമാണ്, അല്ലാഹുവിന്റെ ഇടപെടലാണ്. ജിബ്രീൽ അലൈഹിസ്സലാം കുപ്പായത്തിന്റെ ഉള്ളിലൂടെ ഊതിക്കൊടുത്ത് ഗർഭം വന്നതാ. ഇത് ഖുർആനിന്റെ സാക്ഷ്യമാണ്, ഇത് ഖുർആൻ സമ്മതിച്ച കാര്യമാണ്. ആ മറിയം ബീവി റളിയല്ലാഹു തആല അൻഹ ഗർഭിണിയാകുമ്പോ അല്ലാഹുവിനോട് പറയുന്നു, പടച്ചവരെ, ഒരു ഭർത്താവില്ലാത്ത ഞാൻ എങ്ങനെയാണ് ഗർഭിണിയായതെന്ന് ചോദിച്ചാൽ എന്റെ റബ്ബേ, ജനങ്ങളോട് ഞാൻ എന്താ പറയുക? ഇന്ന് വലിയ അത്ഭുതമൊന്നുമല്ല, പക്ഷെ അന്ന് വലിയ അത്ഭുതമാണ്. മാത്രമല്ല, ഹന്നാ ബീവിയുടെ ഇമ്രാന്റെ പൊന്നുമോള് മറിയം ചെറിയ പ്രായം മുതൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച പെണ്ണാ. മറിയം ബീവി റളിയല്ലാഹു തആല അൻഹയുടെ കൊച്ചുമ്മയുടെ ഭർത്താവ് സക്കരിയ നബി അലൈഹിസ്സലാം പള്ളിയിലെ ഇമാമായിരിക്കുമ്പോ ആ മെഹ്റാബിനകത്ത് ആ കൊച്ചുകുട്ടിയായി മദ്രസയിൽ പഠനം നടത്തിക്കൊണ്ടിരിക്കുമ്പോ ആ പ്രസംഗ പീഠത്തിൽ മിമ്പറിന്റെ ഭാഗത്ത് മനോഹരമായ സുഭിക്ഷമായ ഫലവർഗ്ഗങ്ങൾ കണ്ടപ്പോ, അന്നാലകി ഹാദാ, ഇതെവിടെ നിന്ന് കിട്ടി മോളെ എന്ന് ചോദിച്ച കൊച്ചാപ്പയോട് സക്കരിയ നബിയോട് മറിയം ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞത്, ഹാദാ ഹുവ മിൻ ഇൻദില്ലാഹ്, ഇതെനിക്ക് എന്റെ റബ്ബ് തന്നതാ. സീസണും അൺസീസണുമുള്ള ഫ്രൂട്ട്സുകൾ നമ്മുടെ മുമ്പിലില്ലേ? ആ സമയത്ത്, ആ കാലത്ത്, ആ നാട്ടിൽ കിട്ടാത്ത ഫലവർഗ്ഗങ്ങൾ അല്ലാഹു അത്ഭുതകരമായി ആകാശത്തിന്റെ കീറുകൾ, ആകാശത്തിന്റെ മറകൾ കീറി അല്ലാഹു തആല ഇറക്കി കൊടുത്ത ചെറിയ പ്രായത്തിൽ തന്നെ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച പെണ്ണാണല്ലോ മറിയം ബീവി റളിയല്ലാഹു അൻഹ. ആ മറിയം ബീവി പഴച്ചെന്ന് പറയാൻ പറ്റോ? ഇന്ന് ജൂതന്മാര് പറയുന്നുണ്ട് മറിയം ബീവി വ്യഭിചാരിണിയായിരുന്നുവെന്ന്. ഇന്ന് ജൂതന്മാര് പറയുന്നുണ്ട് അവർ വേശ്യയായിരുന്നു എന്ന്. ഏത് ജൂതനാണോ? ഇസ്രായേൽ പ്രതിദാനം ചെയ്യുന്ന ജൂതന്മാര് പറയുന്നുണ്ട്. അമേരിക്ക പ്രതിദാനം ചെയ്യുന്ന ക്രൈസ്തവ സഭകളുടെ നേതാവായ മറിയം ബീവി എന്ന ആ പ്രിയപ്പെട്ട മാതാവ് വേശ്യയായിരുന്നു എന്ന്. എന്നിട്ടോ ആ വേശ്യ എന്നവരുടെ പ്രിയപ്പെട്ട ദൈവത്തിന്റെ മാതാവിനെ തെറിവിളിക്കുന്നവരോട് കൂട്ടുകൂടുന്നത് ഇസ്ലാമിനെ തകർക്കാനാ. അതാണ് പറയുന്നത്, ആദർശത്തിന്റെ പാപ്പരത്വമാണ്, വിവരം വെക്കാത്തൊരു തലം സമൂഹമാണ്. അങ്ങനെ ആ ജൂതന്മാര് ആക്ഷേപിക്കുമ്പോൾ, ജൂതന്മാര് വിമർശിക്കുമ്പോൾ ഇസ്ലാം പറഞ്ഞത് എന്താണ്? ഇല്ല, മറിയം ബീവി ഗർഭിണിയായത് അല്ലാഹുവിന്റെ ഇടപെടൽ മൂലമാണ്. അവര് വേശ്യാവൃത്തി നടത്തിയില്ല, അവരഭിസാരികയല്ല, അവരൊരിക്കലും ശരീരം വിറ്റവരല്ല. എങ്ങനെയാണ് അല്ലാഹുവിന്റെ ഇടപെടൽ വന്ന് ഗർഭിണിയായി? ആ സമയത്ത് അവർ അല്ലാഹുവിനോട് പറഞ്ഞു, യാ ലൈതനീ മിത്തു ഖബ്ല ഹാദാ വകുന്തു നസിയം മൻസിയാ. പടച്ചവനെ, ഞാനങ്ങ് മരിച്ചുപോയെങ്കിൽ അല്ലാഹ് എന്നെ ജനങ്ങൾ എന്നേ വിസ്മരിച്ചു പോയേനെ. ഞാൻ എന്ത് മറുപടിയാ റബ്ബേ പറയുക? ഞാൻ എന്ത് മറുപടിയാ തമ്പുരാനെ ജനങ്ങളോട് പറയുക? ഇതാര് തന്ന ഗർഭമെന്നാ പറയുക? ആ സമയത്ത് അല്ലാഹു അതിനെപ്പറ്റിയല്ല മറുപടി കൊടുത്തത്. മറിയം ബീവിയോട് അതൊക്കെ ഞാൻ നോക്കിക്കോളാമെന്നല്ല പറഞ്ഞില്ല. മറിയം ബീവി റളിയല്ലാഹു തആല അൻഹയോട് അല്ല പറഞ്ഞത്, ലാ തഹ്സനി, വിഷമിക്കണ്ട മോളെ, വിഷമിക്കണ്ട മോളെ. വിശക്കുന്നുണ്ടല്ലേ, ദാഹിക്കുന്നുണ്ടല്ലേ? ഒരു പേറ്റ് നോവുള്ള പെണ്ണ്, ഒരു ഗർഭിണിയായ പെണ്ണിന് എന്തെല്ലാം മോഹങ്ങൾ കാണും, അവൾക്ക് എന്തൊക്കെ ആഗ്രഹങ്ങൾ കാണും.
തിന്നാനും കുടിക്കാനും അവൾക്ക് ഇഷ്ടമുള്ള ആഹാരം വാങ്ങിക്കൊടുക്കാൻ ഭർത്താവ് ഓടി നടക്കുന്നത് കണ്ടിട്ടില്ലേ? അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, അല്ല ചോദിച്ചു, മോളെ നിനക്ക് ഭർത്താവില്ലല്ലോ, നിനക്ക് വല്ലാത്ത ദാഹമുണ്ടല്ലേ, അതുകൊണ്ട് ഒരു കാര്യം ചെയ്യുക, ജഅല റബ്ബുക്കി തഹ്തക്കി സരിയാ, ഈ പർവ്വതത്തിന്റെ താഴ്ഭാഗത്ത് ഒരു നല്ല കളകളാരവം മുഴങ്ങുന്ന ഒരു ചെറിയ അരുവിയുണ്ട് മറിയമേ, അവിടെ ചെല്ല്, നീ അതിൽ നിന്നൊരു കൈക്കുമ്പിൾ വെള്ളം എടുത്തു കുടിക്കേ. വഹുസ്സി ഇലൈകി ബിജിദ്ഇൻ നഖ്ലതി തുസാഖിത് അലൈകി റുതബൻ ജനിയാ, എന്നിട്ട് വിശക്കുമ്പോൾ ആ കാണുന്ന ഈത്തപ്പന മരത്തെ പിടിച്ച് കുലുക്കിയിട്ട് ഈത്തപ്പഴം പെറുക്കി തിന്നിട്ട് നിന്റെ വിശപ്പടക്കണം മറിയമേ, നിന്റെ വിശപ്പടക്കണം മറിയമേ. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ഉദ്ധരിക്കുകയാ. ഒരു നിമിഷം ഒന്ന് ചിന്തിക്കണ്ടേ മുസ്ലിമേ, എന്നെ കേൾക്കുന്ന സഹോദരിമാരൊന്ന് ചിന്തിക്കണേ. എന്തേ ചെറിയ പ്രായത്തിൽ മെഹ്റാബിനകത്ത് അത്ഭുതകരമായ നിലയിൽ അല്ലാഹു പഴവർഗ്ഗങ്ങൾ കൊടുത്തു, അവരിഷ്ടപ്പെടുന്ന പഴവർഗ്ഗങ്ങൾ കൊടുത്തു. ആ പഴവർഗ്ഗങ്ങൾ കൊടുത്ത പടച്ചതമ്പുരാൻ എന്തേ അല്പം കൂടി അബലയായപ്പോൾ, ഗർഭിണിയായപ്പോൾ, ഒന്നിനും കൊള്ളാത്ത നിലയിൽ അവൾ പേറ്റുനോവ് അനുഭവിക്കുന്ന സമയത്ത്, അവളുടെ വയറ് നിറഞ്ഞു നിൽക്കുമ്പോൾ അല്ലാഹു എന്തേ അത് ചെയ്യാത്തത്? പക്ഷെ അല്ലാഹു പഠിപ്പിച്ചത് അങ്ങനെയല്ല. മറിയമേ, ചെറിയ പ്രായത്തിൽ നിനക്ക് ഞാൻ ഇതൊക്കെ തന്നു, പക്ഷേ ഇപ്പം നീ കൂടി ചെയ്യണം ചില കാര്യങ്ങള്. അതുകൊണ്ട് ഇറങ്ങിച്ചെല്ലി അരുവിയിൽ നിന്ന് വെള്ളം എടുക്ക്. എന്തേ അല്ലാഹുവിന് അരുവിയെ മുകളിലോട്ടൊഴുക്കാൻ കഴിവില്ലാത്തത് കൊണ്ടാണോ? അല്ലെങ്കിൽ ഈത്തപ്പഴത്തിൽ നിന്ന് ഈത്തപ്പഴം അല്ലാഹു അവരുടെ മുന്നിലേക്ക് ഇട്ടുകൊടുക്കാൻ കഴിയാത്തത് കൊണ്ടാണോ? അല്ല. പക്ഷെ അല്ല പറഞ്ഞു, നീ അങ്ങനെ പെട്ടെന്ന് കഴിക്കണ്ട, നീ എന്ത് ചെയ്യണം? നീ ചെയ്യേണ്ട ഡ്യൂട്ടി ചെയ്യണം. എന്താണ്? നീ ചെല്ലുക, എന്നിട്ട് ആ ഈത്തപ്പന പിടിച്ച് കുലുക്കിയിട്ട് വീഴുന്ന പഴങ്ങൾ പെറുക്കി തിന്നുക, അടിയിൽ ചെന്നിട്ട് അരിവാരത്ത് ചെന്നിട്ട് വെള്ളം കുടിക്കുക. സഹോദരങ്ങളെ, അല്ലാഹു ഇത് പറഞ്ഞു. അതാണ് ആ മഹാൻ പറയുന്നത്, അലം തറ അന്നല്ലാഹ ഖാലാലി മറിയമി വഹുസ്സി ഇലൈകിൽ ജദ്അ യസാഖതുർ റുതബൂ. അല്ലാഹു വേണമെങ്കിൽ നിനക്ക് ഇതൊക്കെ തരാമായിരുന്നു. പക്ഷെ അല്ലാഹു എന്തു പറഞ്ഞു? മറിയമേ, നീ പോയി പെറുക്കി തിന്നാൻ പറഞ്ഞു. നീ പോയി അതിനെ ഓരോന്നെടുത്തിട്ട് നീ ഒന്ന് തിന്ന് എന്ന് അല്ലാഹുവിന്റെ കൽപ്പന. അപ്പൊ നമ്മൾ ചെയ്യണം. ഒട്ടകത്തെ കെട്ടിയിട്ടാണ് തവക്കുലാക്കാൻ നബി തങ്ങൾ പറഞ്ഞത്. അനസ് തങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്യണം. തവക്കുൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കരുതുന്നത് പോലെ എല്ലാം റബ്ബിനെ ഏൽപ്പിച്ചിട്ട് ഇങ്ങനെ ഓടലല്ല, മറിച്ച് നമ്മൾ ഏൽപ്പിക്കേണ്ട രീതിയിൽ ഏൽപ്പിക്കണം. ഒരു ചെറിയ ഹദീസ് കൂടെ പറയാ. ആരംഭപ്പൂവായ നബി തങ്ങൾ പറയുകയാണ്, ലൗ അന്നകും തതവക്കലൂന അലല്ലാഹി ഹഖ തവക്കുലിഹി ലറസഖകും കമാ യുർസഖു ത്വയ്ർ തഗ്ദു ഖിമാസം വതറൂഹു ബിതാനാ. എന്തായി പറയുന്നത്? ലൗ അന്നകും തതവക്കലൂന അലല്ലാഹി ഹഖ തവക്കുലി, നിങ്ങൾ തവക്കുൽ ചെയ്യേണ്ട പ്രകാരം നിങ്ങൾ തവക്കുൽ ചെയ്താൽ, ഭരമേൽപ്പിക്കേണ്ട പ്രകാരം നിങ്ങൾ ഭരമേൽപ്പിച്ചാൽ, ലറസഖകും, നിങ്ങൾക്ക് അല്ലാഹു ഭക്ഷണം തരും. കമാ യുർസഖു ത്വയ്റു, പാറി പറക്കുന്ന പറവകൾക്ക് ഭക്ഷണം കൊടുക്കും പോലെ അല്ല നിങ്ങൾക്കും ഭക്ഷണം തരും. എങ്ങനെയാ പറവകൾക്കല്ല ഭക്ഷണം കൊടുക്കുന്നത്? തഗ്ദു ഖിമാസ, രാവിലെ ഒട്ടിയ വയറുമായി പോകും. വതറൂഹു ബിതാന, നിറവയറുകളുമായി വൈകുന്നേരം കൂടണയും. ഇതല്ലേ പക്ഷികൾ? പക്ഷികൾക്ക് എവിടെയെങ്കിലും കല്യാണം ഉണ്ടോ? പക്ഷികൾക്ക് അന്നദാനം ഉണ്ടോ? പക്ഷികൾക്ക് പൊതിച്ചോറ് കൊടുക്കോ? പക്ഷികൾക്ക് എവിടെയെങ്കിലും ആരെങ്കിലും സദ്യ വിളമ്പുന്നുണ്ടോ? ഇതൊന്നുമില്ല. രാവിലെ തഗ്ദു ഖിമാസ, ഒട്ടിയ വയറുമായിട്ട് പറന്നു നടക്കും. തറൂഹു ബിത്താന, സായാഹ്നത്തിൽ നിറവയറുമായി തിരികെ വരുന്നു. ഇതുപോലെ നിങ്ങൾക്കും അല്ല ഭക്ഷണം തരും. അപ്പൊ ചിന്തിക്കും, എടാ അപ്പൊ ഞാൻ ഏൽപ്പിക്കേണ്ട വിധം ഏൽപ്പിച്ചാൽ പക്ഷികൾക്ക് കൊടുക്കും പോലെ അല്ലാഹു തരുമെങ്കിലും പിന്നെ ഞാനെന്തിന് കഷ്ടപ്പെടണം? ഒരു സൂഫിയായ മനുഷ്യൻ, അയാള് അധ്വാനിക്കണമെന്ന ആഗ്രഹത്തോടുകൂടി അദ്ദേഹം നാട് വിട്ടു. ആ നാട് വിടുന്ന, എനിക്ക് പേര് പെട്ടെന്ന് മറന്നുപോയതാണ്, ഇബ്രാഹിം അദ്ഹർ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഉസ്താദുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രമാണിത്. അങ്ങനെ അദ്ദേഹം നാട് വിട്ട് അദ്ദേഹം യാത്ര ആരംഭിച്ചു. അധ്വാനിക്കണം, കുറച്ച് പണം ഉണ്ടാക്കണം, ഇതാണ് ആഗ്രഹം. അങ്ങനെ അദ്ദേഹം കുറെ നാളുകൾ നീങ്ങി. കുറച്ചങ്ങോട്ട് യാത്ര ചെയ്തപ്പോൾ മരുപ്പച്ച വിദൂരത്തുള്ള മരുഭൂമി, ആ മരുഭൂമിയിൽ എവിടെയോ ഒരു ചെറിയ ആളൊഴിഞ്ഞ ഒരു ഭാഗത്ത് ഒരു ചെറിയ ഗുഹ പോലെ കണ്ടു.
ഇദ്ദേഹം അതിനകത്ത് കയറി വിശ്രമിക്കാൻ വേണ്ടി ഒന്ന് കയറിയിരുന്നു. അങ്ങനെ ഈ മണൽപുറ്റും ഈ മരുഭൂമിയിൽ മനോഹരമായി അങ്ങനെ ഒരു ചെറിയ ആളൊഴിഞ്ഞ ഭാഗത്തെ ഒരു ചെറിയ ഗുഹയിലേക്ക് കയറി അദ്ദേഹം ഇരിക്കുമ്പോ ഇദ്ദേഹം അത്ഭുതപ്പെട്ടു പോയി. എന്താണെന്നറിയോ? ഒരു പക്ഷി, അത് നല്ല പ്രായമുള്ള പക്ഷി, തള്ള പക്ഷി. ആ പക്ഷി നടക്കാൻ പറ്റുന്നില്ല. ആ പക്ഷി കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അന്ധയായ പക്ഷിയാണ്. ആ പക്ഷി ഇങ്ങനെ ഇരിക്കുന്നു. ഇദ്ദേഹം ചിന്തിച്ചു, പടച്ചതമ്പുരാനെ, ഈ പക്ഷിക്ക് എങ്ങനെയാണ് ഭക്ഷണം കിട്ടുക? മരുഭൂമിയിൽ ആരും വേസ്റ്റ് വലിച്ചെറിയില്ല. മരുഭൂമിയിൽ ആരും കഴിച്ചിട്ടോ അല്ലെങ്കിൽ ആളുകൾക്ക് കൊടുക്കാനോ ഒന്നുമില്ല. എങ്ങനെയാണ് ഈ പക്ഷിക്ക് അള്ളാഹു ഭക്ഷണം കൊടുക്കുന്നത്? അദ്ദേഹം ഇങ്ങനെ ഇരുന്ന് ചിന്തിക്കുക. മാത്രമല്ല, വെളിയിലിറങ്ങി അന്നം തേടാൻ ആ പക്ഷിക്ക് കഴിയില്ല. കാരണം അന്ധയാണ്, ബലഹീനയാണ്, വൃദ്ധയാണ്. അതുകൊണ്ട് എങ്ങനെ ഇതിന് ഭക്ഷണം കിട്ടുമെന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ ഒരു ചെറിയ പക്ഷി, ആരോഗ്യമുള്ള പക്ഷി, കണ്ണിന് കാഴ്ച ശക്തിയുള്ള പക്ഷി, അത് ചിറകടിച്ച് നേരെ ആ ഗുഹയ്ക്കകത്തേക്ക് വന്നു. എന്നിട്ട് അതിന്റെ ചുണ്ടിലിരിക്കുന്ന ഭക്ഷണം വാ തുറപ്പിച്ച് ആ തള്ളപ്പക്ഷിയുടെ വായിലേക്ക് വെച്ചു കൊടുത്തു. മഹാനവറുകൾ ഞെട്ടി എണീറ്റു. അല്ലാഹുവേ, ഞാൻ എന്തിനധ്വാനിക്കണം ഇനി? ഞാൻ എന്തിനായി അധ്വാനിക്കേണ്ടത്? മരുഭൂമിയിൽ, മരിപ്പച്ച വിദൂരമായ മരുഭൂമിയുടെ മടിത്തട്ടിൽ ആരാലും എത്തപ്പെടാത്ത, അനധിവിദൂര സാധ്യത പോലുമില്ലാത്ത, ഒരു മനുഷ്യൻ കടന്നു വരാത്ത അന്ധയായ പ്രായം ചെന്ന ഈ തള്ളപ്പക്ഷിക്ക് അല്ലാഹുവേ, നിനക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിയുമെങ്കിൽ ഞാൻ എന്തിനായി ഇനി അധ്വാനിക്കാൻ പോകുന്നത്? എന്റെ സമയം ബാക്കി കൂടി ഞാൻ ഇനി ആരാധനയ്ക്ക് വേണ്ടി മാറ്റിവെക്കാൻ പോവുകയാണ്. ആ സമയത്താണ് അദ്ദേഹം അവിടെ നിന്ന് ഇത് ചിന്തിച്ചുകൊണ്ട് യാത്ര തിരിച്ചു. നേരെ തിരിച്ച് യാത്ര പറഞ്ഞ മഹാന്റെ മുമ്പിലെത്തി. ആ മഹാന്റെ മുമ്പിലെത്തുമ്പോൾ ആ മഹാൻ ചോദിച്ചു, എന്തേ നീ തിരികെ വന്നത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇന്ന കാഴ്ചകൾ കണ്ടു, അതുകൊണ്ട് തിരിച്ചു വന്നു. അള്ളാഹുവിന് ഇത്രയും കഴിവുണ്ടെങ്കിൽ പിന്നെ ഞാൻ അന്നം തേടി ഓടേണ്ട കാര്യമുണ്ടോ? ആ സമയത്താണ് ആ മനുഷ്യന്, സൂഫിയായ മനുഷ്യനോട് ആരിഫായ അടുത്ത മനുഷ്യൻ ചോദിച്ചത്. ആ മനുഷ്യൻ സാത്വികനാണ്. അദ്ദേഹം ചോദിച്ചു, എടാ മണ്ട, നീ എന്തായി കാണിച്ചത്? നീ തിരിച്ചു വന്നതെന്താ? തിരികെ വന്നതെന്താ? ആ തള്ളപ്പക്ഷിക്ക് അള്ള ഭക്ഷണം കൊടുക്കുന്നെങ്കിൽ നിനക്കും തരുമല്ലോ എന്ന് ചിന്തിച്ചിട്ട് നീ അവിടെ നിന്ന് വന്നു. എന്തേ നീ ഇത്ര ബലഹീനനായി പോയി? നീ എന്തുകൊണ്ടാ ആ പറന്നിറങ്ങിയ ചെറിയ പക്ഷിയെ പോലെ ആകാത്തത്? ആ ചെറിയ പക്ഷിയെ പോലെ നിനക്കാകാമായിരുന്നല്ലോ. നിനക്ക് ആ ചെറിയ പക്ഷിയിൽ നിന്ന് ഗുണപാഠം ഉൾക്കൊണ്ടുകൊണ്ട് നീ അധ്വാനിച്ചിട്ട് ഇതുപോലെ കഷ്ടപ്പെടുന്നവർക്ക് നിനക്ക് അന്നമെത്തിച്ചു കൊടുക്കാൻ കഴിയുമായിരുന്നല്ലോ. അതാണ് ചേലയിൽ തങ്ങൾ ചാരിറ്റബിൾ ട്രസ്റ്റ് ഇവിടെ സംവിധാനിച്ചിട്ടുള്ളത്. പാവങ്ങളെ സഹായിക്കണം. പാവങ്ങൾക്ക് അല്ലാഹു, എല്ലാരും അങ്ങനെ ചിന്തിച്ചാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പൊ പാവങ്ങൾക്ക് അരി കൊടുക്കാൻ ആളുണ്ട്, പൊരി കൊടുക്കാൻ ആളുണ്ട്, എല്ലാ ആളുകളുണ്ടല്ലോ. അപ്പൊ അല്ലാഹു എനിക്കും തരുമെന്നും പറഞ്ഞ് വീട്ടിൽ കയറിയാൽ ഇത് കൊടുക്കുന്ന ആരാ? അപ്പൊ ഒരു വിഭാഗം കൊടുക്കുന്നവരെ പോലെ ആകണ്ടേ? അപ്പൊ അള്ളാഹു അവർക്ക് കൊടുക്കുന്ന പ്രതിഫലം എന്താണ്? അള്ളാഹു അവർക്ക് ഭക്ഷണവും കൊടുക്കും, അതിനുള്ള പ്രതിഫലവും കൊടുക്കും. മറ്റൊരു വിഭാഗത്തിന് അല്ല ഭക്ഷണം മാത്രമേ കൊടുക്കുന്നുള്ളൂ. അതുകൊണ്ട് തള്ളപ്പക്ഷിയെ പോലെ ആകാൻ ശ്രമിച്ച നീ എന്തുകൊണ്ട് ആ ചെറിയ പക്ഷിയെ പോലെ നീ ആകാൻ തീരുമാനിച്ചില്ല എന്ന് ചോദിച്ച മഹാനായ ആ സാത്വികനായ മനുഷ്യന്റെ കഥ ഞാൻ നിങ്ങളുടെ മുന്നിൽ പറഞ്ഞിട്ട് പറയുന്നു, സഹോദരങ്ങളെ, നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്യണം. ബാക്കി റബ്ബ് തരും. മൂസാ നബി അലൈഹിസ്സലാം നമ്മൾ പറയാണ്, നീയൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്യണം. ബാബരി മസ്ജിദ് അതുപോലെ മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോ അതൊക്കെ അള്ള നോക്കും. പിന്നെ അള്ളാഹ്ക്ക് മേശരി പണിയല്ലേ ജോലി വന്നിട്ട് ചാന്തൂരി അടിക്കാൻ. നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യണം. അതിന് നമുക്ക് തെളിവുണ്ട് വിശുദ്ധ ഖുർആനിൽ. കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു ചെറിയ പ്രശ്നമുണ്ടായ നാട്ടിൽ അറിയുമല്ലോ. ഫറോവ സാമ്രാജ്യത്തോട് വെല്ലുവിളിച്ചു. മൂസാ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു പറഞ്ഞു, ഫഅസ്രി ബിഇബാദി ലൈലന ഇന്നകും മുത്തബഊൻ. അല്ല പറഞ്ഞ വാക്ക് നിങ്ങളൊന്ന് ചിന്തിച്ചേ. ഫഅസ്രി ബിഇബാദി ലൈല ഇന്നകും മുത്തബഊൻ. ഫഅസ്രി, അല്ലയോ മൂസ നബിയേ, നിങ്ങൾ രാത്രി യാത്ര പോകൂ.
രാത്രി യാത്ര പോകൂ. ബിഇബാദി, എന്റെ ദാസന്മാരെയുമായിട്ട് നിങ്ങൾ രാത്രിയിൽ യാത്ര ചെയ്യ്. കാരണം ഇന്നക്കും മുത്തബഊ, ആളുകൾ നിങ്ങളെ പിന്നാലെ വരും, ആളുകൾ നിങ്ങളെ പിന്നാലെ വരും. അതുകൊണ്ട് രാത്രി ആരും കാണാതെ നിങ്ങൾ യാത്ര ചെയ്യണമെന്ന് മൂസാ നബിയോട് അല്ലാഹ് പറഞ്ഞതെന്താ? പകല് പിന്നാലെ വരുന്ന ഫറോവയുടെ സാമ്രാജ്യത്തെ പിടിച്ചു നിർത്താൻ നമ്മുടെ റബ്ബിന്റെ ശക്തി പോരാഞ്ഞിട്ടാണോ? അല്ല, നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യണം. അതുകൊണ്ട് മൂസ നബിയെ, സമൂഹമേ, എന്റെ സമൂഹത്തെയും കൊണ്ട്, എന്നെ വിശ്വസിച്ച എന്റെ പ്രിയപ്പെട്ട ബനൂ ഇസ്രായേലികളെയും കൊണ്ട് നിങ്ങൾ രാത്രി യാത്ര ചെയ്യണം. കാരണം ഇന്നക്കും മുത്തബഊൻ, നിങ്ങളെ പിൻപറ്റിയിട്ട് നിങ്ങളെ പിന്നാലെ ആളുകൾ വരുന്നുണ്ട്, ഫിർഔനും കൂട്ടരും വരുന്നുണ്ട് എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാ? നമ്മൾ ചെയ്യേണ്ട ഡ്യൂട്ടി നമ്മൾ നിർവഹിക്കണം എന്നുള്ളത് കൊണ്ടാ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ശക്തമായ എതിർപ്പ് വന്നു. അവിടെ നിന്ന് നാട് വിട്ടു. അങ്ങനെയാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പല യാത്രകളും അങ്ങനെ നടത്തിയിട്ടുണ്ട്. മദിയനിലേക്ക് പോയി ശുഐബ് നബിയുടെ മോളെ വിവാഹം കഴിച്ചത് അതുപോലത്തെ യാത്രയാണ്. ബനൂ ഇസ്രായേലികളെ അടിമച്ചങ്ങലയിൽ നിന്ന് ബന്ധനസ്ഥനായിരുന്ന ബനൂ ഇസ്രായേലികളെ മോചിപ്പിച്ചുകൊണ്ട് വിമോചന പോരാളിയായി മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ട് ഒരു സമൂഹത്തെ രക്ഷപ്പെടുത്തി. ചെങ്കടലിൽ ഒരു സമൂഹത്തിന്റെ ദാർഢ്യം അവസാനിപ്പിക്കപ്പെട്ട ഒരു യാത്രയും ഇതേപോലെ രാത്രിയിലാണ്. അപ്പൊ രാത്രിയിൽ നിങ്ങൾ യാത്ര ചെയ്യും. കാരണം ആരും നിങ്ങളെ പിന്നാലെ വരില്ല എന്നല്ല പറഞ്ഞു. പക്ഷേ അള്ളാഹു പിന്നാലെ വിട്ടു ജനങ്ങളെ, എന്നിട്ട് രക്ഷപ്പെടുത്തി കാണിച്ചു കൊടുത്തു. ചിന്തിച്ചു നോക്ക്, അള്ളാഹു രക്ഷപ്പെടുത്തി കൊടുത്തു. എങ്ങനെ? നിങ്ങൾ രാത്രി പൊയ്ക്കോളാൻ പറഞ്ഞു. രാത്രി പോയിട്ടും അള്ളാഹു ശത്രുക്കളെ പിന്നാലെ വിട്ടു, എന്നിട്ട് രക്ഷപ്പെടുത്തി കാണിച്ചു കൊടുത്തു. കാരണം നിങ്ങൾ ചെയ്യേണ്ട ഡ്യൂട്ടി നിങ്ങൾ ചെയ്യണം, ഞാൻ ചെയ്യേണ്ട ഡ്യൂട്ടി ഞാൻ ചെയ്തോളാം. അതാണ് ലൗ അന്നകും തതവക്കലൂന അലല്ലാഹി ഹഖ്ക തവക്കുലി ലറസഖക്കും കമാ യുർസഖു തൈറു തഖദു ഖിമാസം വതറൂഹു ബിതാന. പ്രഭാതമാകുമ്പോൾ ഒട്ടി വയറുമായി പോകുന്ന പക്ഷിക്കുഞ്ഞുങ്ങൾ വൈകുന്നേരം സായാഹ്നത്തിൽ കൂടുകളിലേക്ക് അണയുന്നത് നിറവയറുമായിട്ടാണ്. നമുക്ക് ഇത് കണ്ടിട്ട് എന്നാ പിന്നെ പക്ഷികളെ പോലെ തവക്കുൽ ചെയ്യാമെന്ന് ചിന്തിച്ചാൽ ചെയ്തോളീൻ. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ചെയ്യണം. ഈ ഹദീസ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോ. എന്താ പറഞ്ഞത്? ലൗ അന്നക്കും തതവക്കലൂന അലല്ലാഹി ഹഖ്ക തവക്കുലിഹി, ഏൽപ്പിക്കേണ്ട പ്രകാരം നിങ്ങൾ ഏൽപ്പിക്കണം. ആ ഏൽപ്പിക്കേണ്ട പ്രകാരം അതെങ്ങനെയാണ്? അതാണ് അടുത്ത് പറഞ്ഞ തഖദു ഖിമാസ, രാവിലെ ഒട്ടിയ വയറുമായിട്ട് പോകും. തറൂഹു ബിത്താന, രാത്രി നിറഞ്ഞ വയറുമായിട്ട് വരും. അപ്പൊ കൊള്ളാലോ. അതെ, പക്ഷെ നിങ്ങൾ ഒട്ടിയ വയറുമായിട്ട് പക്ഷികൾ പോകുന്നത് പോലെ നിങ്ങളും വീട്ടിൽ നിന്ന് ജോലിക്ക് വേണ്ടി പോകണം. അപ്പം നിങ്ങൾക്ക് നിറഞ്ഞ വയറുമായി തിരിച്ചു വരാം. അല്ലാതെ വീട്ടിൽ കയറി അതോടെ ചിരുന്നാൻ പറ്റൂല. അതാണ് ഹഖ്ക തവക്കുലിഹി, ചെയ്യേണ്ട പ്രകാരം ചെയ്യണമെന്ന് പറഞ്ഞാൽ അവിടെ പക്ഷികൾ ഡ്യൂട്ടി നിർവഹിക്കുന്നുണ്ട്. തവക്കുലിന് ഈ ഒരു ഹദീസ് എന്തിനാ പരിചയപ്പെടുത്തിയത്? പക്ഷികളുടെ ഡ്യൂട്ടി നിർവഹിക്കുന്നുണ്ട്. ആ ഡ്യൂട്ടിയാണ് തഖദു ഖിമാസ. അവര് രാവിലെ പോകുന്നത് അവരുടെ ഡ്യൂട്ടി നിർവഹിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ചുരുക്കത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇനി ഒന്നുകൂടെ ഞാൻ പറയാം. അള്ളാഹു എന്തെങ്കിലുമൊക്കെ സൗഭാഗ്യങ്ങൾ തരും. നമ്മൾ ചെയ്യേണ്ട ഡ്യൂട്ടി നമ്മൾ ചെയ്യണം. എന്തുകൊണ്ടെന്നറിയോ? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു തആല പരീക്ഷിച്ചു. ജനങ്ങൾ മുഴുവനും നൂഹ് നബിയെ കാണുമ്പോ ചെവിയിൽ ഈ വിരൽ തിരികെ കയറ്റിയിട്ട് ഓടുമായിരുന്നു. ചെവിയിൽ വിരൽ തിരികെ കയറ്റിയിട്ട് ഓടുമായിരുന്നു. നിന്റെ ഒന്നും പ്രസംഗമൊന്നും എനിക്ക് കേൾക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഓടുമായിരുന്നു. അന്ന് തുടങ്ങിയ സമൂഹം ഇന്നുണ്ടല്ലോ. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മളിപ്പോ ഒരു നാട്ടില് വിശുദ്ധ ഖുർആൻ പറയാൻ പോയാൽ എത്ര ആളുണ്ടാവും? നേരെ മറിച്ച് ഏതെങ്കിലും ഒരു സിനിമാ നടൻ വന്നാൽ, അദ്ദേഹം വന്ന് എന്തെങ്കിലുമൊക്കെ പൊട്ടാസ് വെച്ചിട്ട് പോയാൽ എത്ര ആളുകളാ കൂടുക? അപ്പൊ എന്താണ് ഇതിന്റെ അർത്ഥം? ഒരു സമൂഹത്തിന് ഇപ്പോഴും ഖുർആൻ അരോചകമാണ് എന്നാണ്, ഹദീസുകൾ അരോചകമാണ് എന്നാണ്. ദീൻ പഠിക്കാൻ നമ്മൾ ഒരു വേദിയിൽ പോയി നമുക്കറിയാത്തൊരു കാര്യം പഠിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുമ്പോൾ ഇനി അറിയാത്ത കാര്യങ്ങൾ അല്ലാഹു പഠിപ്പിച്ചു കൊടുക്കും. അത് അള്ളാഹുവിന്റെ ശൈലിയാണ്. നമ്മൾ പഠിക്കില്ല, അതുകൊണ്ട് അല്ലാഹു പഠിപ്പിക്കില്ല. പഠിച്ചാലും പോരാ, അമല് ചെയ്താലേ അടുത്തത് പഠിപ്പിക്കുള്ളൂ. നമ്മൾ പഠിച്ചിട്ട് മാത്രം കാര്യമില്ല, അമല് ചെയ്യണം. അള്ളാഹു എനിക്കും സംഘാടകർക്കും നിങ്ങൾക്കും അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നൂഹ് നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല പരീക്ഷിച്ചു. നൂഹ് നബിയോട് പറഞ്ഞ എന്താണ്? പർവ്വതത്തിന്റെ മുകളിൽ കൊണ്ടുവന്ന് ഒരു കപ്പൽ ഉണ്ടാക്കാൻ പറഞ്ഞു. അപ്പൊ ആളുകൾ പറഞ്ഞടാ, യവനെന്ത് ഭ്രാന്ത. ആദ്യം ഭ്രാന്തെന്ന് പറഞ്ഞ് പുറത്തിറങ്ങിയത് ഭാര്യയായിരുന്നു. നൂഹ് നബിക്ക് ഭ്രാന്തെന്ന് പറഞ്ഞ് ആദ്യം പുറത്തു വന്നാരൻ? സ്വന്തം കെട്ടിയോള്.
അപ്പൊ കുടുംബത്തിൽ നിന്ന് തന്നെ തുടങ്ങി ശത്രുത. ഇത് ഇയാൾക്ക് വട്ടാണ്. ഇല്ലെങ്കിൽ ഈ പറയുന്ന ഈ കപ്പൽ ഉണ്ടാക്കേണ്ടത് വെള്ളത്തിലല്ലേ കപ്പൽ ഉണ്ടാക്കേണ്ടത്, അല്ലെങ്കിൽ താഴ്ന്ന ഭാഗത്തല്ലേ കപ്പൽ ഉണ്ടാക്കേണ്ടത്? എന്തിനാണ് ഈ കാണുന്ന പർവ്വതത്തിന്റെ മുകളിൽ കപ്പൽ ഉണ്ടാക്കുന്നത്? അല്ല കാണിച്ചു കൊടുത്തു. വെള്ളം അടുപ്പിൽ നിന്ന് പൊട്ടി ഒഴുകി. അവരുടെ പാകം ചെയ്യുന്ന അടുപ്പിൽ നിന്ന് തന്നൂർ, അടുപ്പിൽ നിന്ന് വെള്ളം പൊട്ടി ഒഴുകി. അവസാനം വെള്ളം ഉയർന്നുയർന്നുയർന്ന് മുകളിൽ നിന്ന് മഴ പെയ്യുന്നു, താഴെ ഭൂമിയിൽ നിന്ന് വെള്ളം വരുന്നു. ഇങ്ങനെ മുകളിലും താഴെയും വെള്ളമായി അവസാനം പർവ്വതത്തിന്റെ ഏറ്റവും മുകളിൽ വരെ വെള്ളമെത്തി. അതിന്റെ അടിയിലുണ്ടായിരുന്നവരെല്ലാവരും നശിച്ചു. അവസാനം പർവ്വതത്തിന്റെ മുകളിൽ വെച്ച് കപ്പൽ നിർമ്മിച്ച നൂഹ് നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല രക്ഷപ്പെടുത്തി. ആലോചിച്ചു നോക്കി, ഇത് റബ്ബിന്റെ ഇടപെടലാണ്. അപ്പൊ അല്ല പറഞ്ഞെന്താ? വസ്നഇൽ ഫുൽക ബിഅയുനിനാ വവഹീനാ വലാ തുഖാതിബ്നി ഫില്ലദീന ളലമൂ ഇന്നഹും മുഗ്റഖൂൻ. സൂറത്തുൽ ഹൂദിൽ അല്ലാഹ് പറഞ്ഞതാണ്, വസ്നഇൽ ഫുൽക, കപ്പൽ നിർമ്മിക്കൂ നൂഹ് നബിയേ, ബിഅയുനിനാ, എന്റെ എഞ്ചിനീയറിംഗിൽ. ഞാനാണ് എഞ്ചിനീയർ. എന്റെ മേൽനോട്ടത്തിൽ നിങ്ങൾ കപ്പൽ നിർമ്മിക്കൂ. എന്റെ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ പറയുന്നത് പോലെ, ഞാൻ പറയും പോലെ നിങ്ങൾ നിർമ്മിക്കണേ. വലാ തുഖാതിബ്നി ഫില്ലദീന ളലമൂ ഇന്നഹും മുഗ്റഖൂൻ. മുങ്ങിപ്പോകാൻ വിധിക്കപ്പെട്ട ഒരു സമൂഹത്തിനെ പറ്റി എന്നോട് നിങ്ങൾ തർക്കിച്ച് നിൽക്കാൻ നിൽക്കരുത്. അല്ലാഹു അക്ബർ. എന്താ പറഞ്ഞത്? കപ്പലിൽ ഉടനെ കയറിക്കോളണം, കപ്പലിൽ ഉടനെ കയറണം. കപ്പൽ നിർമ്മിക്കേണ്ടത് എന്റെ മേൽനോട്ടത്തിലും എന്റെ നിർദ്ദേശത്തിലുമാകണം. ആ കപ്പൽ ഉണ്ടാക്കിയാൽ ഉടൻ തന്നെ നിങ്ങൾ കയറണം. ആവശ്യമില്ലാത്ത ഒരു സമൂഹത്തെ കൂടെ നിങ്ങൾക്ക് കിട്ടണമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്? വാശി പിടിച്ചുകൊണ്ട് നിന്ന് നശിച്ചു പോകും. മനസ്സിലായ കാര്യങ്ങൾ? നമ്മളൊരു കാര്യം പറയുമ്പോ എല്ലാവരും അത് ഉൾക്കൊള്ളണമെന്ന് പറഞ്ഞ് നമ്മൾ വെയിറ്റ് ചെയ്താൽ നശിച്ചത് തന്നെ. അതുകൊണ്ട് ഒരു കാര്യം പറയുമ്പോൾ കേൾക്കാൻ താല്പര്യമുള്ളവരുടെ മുമ്പിൽ അതങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക. അതുകൊണ്ട് തന്നെ റബ്ബിന്റെ ഫضل കൊണ്ട് ഞാൻ എന്നെ പുകഴ്ത്തുന്നതല്ല. 10,000 പേര് ഒരുമിച്ച് കൂടുന്ന വേദിയുണ്ട്, 5,000 പേര് ഒരുമിച്ച് കൂടുന്ന വേദിയുണ്ട്, 50 പേര് ഒരുമിച്ച് കൂടുന്ന വേദിയുണ്ട്. ഈ 50 പേര് ഒരുമിച്ച് കൂടുന്ന വേദിയിലും 5,000 പേരും 10,000 പേരും ഒരുമിച്ച് കൂടുന്ന വേദിയിലും എന്റെ പ്രസംഗം ഞാൻ ഒരുപോലെ തന്നെ പ്രസംഗിക്കുള്ളൂ. കാരണം എന്താ? വരാത്തൊരു സമൂഹത്തിന്റെ അല്ലെങ്കിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുന്ന ഒരു സമൂഹത്തിന്റെ അവരുടെ അസാന്നിധ്യത്തെ ഓർത്തുകൊണ്ട് സങ്കടപ്പെട്ടുകൊണ്ട് വന്ന മഹാന്മാരായ നിങ്ങൾ മഹാന്മാരാണ്. കാരണം എന്താണ്? ഈ സമയത്ത് നിങ്ങൾക്ക് എന്തെല്ലാം ജോലിയുണ്ട്, വീട്ടിൽ പോയി എന്തെല്ലാം ചെയ്യാം. അപ്പൊ നിങ്ങൾ ഇവിടെ വെറുതെ വന്നിരിക്കുന്നത്, ഇവിടെ പായസം കൊടുക്കണില്ല, ഇവിടെ കോഴി കുഞ്ഞിനെ കൊടുക്കുന്നില്ല, ഇവിടെ വാഴക്കന്ന് കൊടുക്കുന്നില്ല, ഇവിടെ ഒന്നും കൊടുക്കുന്നില്ല. ഇവിടെ എന്താ നിങ്ങൾക്ക് തരുന്നത്? വിശുദ്ധ ഖുർആൻ എന്റെ നാവിലൂടെ അള്ളാഹു നിങ്ങളോട് പറയുന്നു. അത് നിങ്ങളെ കേൾക്കാൻ വേണ്ടി വന്ന നിങ്ങളെല്ലാം തെരഞ്ഞെടുത്തത് കൊണ്ടാണ്. അള്ളാഹു അതിനുള്ള ഭാഗ്യം തരട്ടെ. ഇപ്പൊ ഇവിടെ ഇരുന്ന് മരിച്ചാൽ നമുക്ക് അള്ളാഹു തരുന്നത് സ്വർഗമാണ്. കാരണം എന്താണ്? ദീൻ പഠിക്കുന്നതിനു വേണ്ടി മജ്ലിസിലേക്ക് കടന്നുപോയി ആ വഴിയിൽ മരണപ്പെട്ടാൽ അവന് സ്വർഗമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പക്ഷെ മറ്റേ വീശാതിരിക്കണം. ചില ആളുകൾ വാഴ കേൾക്കാൻ വന്നിരിക്കുന്നത് വീശിയിട്ടാണ്. ഐറ്റം ഉണ്ടല്ലോ, അതും വെച്ചോണ്ടിരുന്നിട്ട് പിന്നെ രക്ഷയില്ല. കാരണം ആ സമയത്ത് പിന്നെന്തുണ്ടാവൂല, ഈമാൻ ഉണ്ടാവൂല. ഞാൻ അടുത്ത സമയത്ത് ഞാൻ സ്ഥലം പറയില്ല. ഇന്നലെ മിനിങ്ങാന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, കൃത്യമായി നെറ്റിൽ നോക്കി ഇന്നലെ എവിടെയായിരുന്നു എന്നറിയാം, മിനിങ്ങാന്ന് എവിടെയായിരുന്നു എന്ന് പറയാം. അതുകൊണ്ട് ഈ തൊട്ടടുത്ത സമയത്ത് ഒരു സ്ഥലത്ത് പ്രസംഗിച്ചിറങ്ങുമ്പോ ആ സദസ്സിൽ 1-2 മദ്യപാനികൾ ഉണ്ടായിരുന്നു. അപ്പൊ ആ മദ്യപാനികൾ ഭയങ്കര ബഹുമാനമാണ്, ഭയങ്കര ആദരവാണ്. അപ്പൊ ഈ സാധനം കഴിക്കുമ്പോഴാണ് കൂടുതൽ ബഹുമാനം വരുന്നത്. പക്ഷെ ആ ബഹുമാനം എന്തെങ്കിലും ഉപകാരം ചെയ്യോ? ഒന്നുമില്ല. അപ്പൊ എന്നോട് പറഞ്ഞു, ഉസ്താദ് മദ്യത്തെ പറ്റിയിട്ട് നല്ലോണം സംസാരിക്കണം, മദ്യപാനത്തിനെതിരെ ശക്തമായ നിലയിൽ പ്രസംഗിക്കണം. അത് പറയുമ്പോഴും വായിന്ന് 1/2 ഗ്രാം വെച്ച് തെറിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ അതിൽ കാര്യമില്ല. നമ്മുടെ ജീവിതത്തില് അങ്ങനെ ഒന്നുമില്ലാതെ നല്ല നിഷ്കളങ്കമായി നമ്മളൊരു സദസ്സിൽ വഅദ് കേൾക്കാൻ പോയാൽ അതും മതി. അള്ളാഹ് നമ്മളെ രക്ഷപ്പെടുത്തും. അള്ളാഹു ആ നല്ലവരിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അവന്റെ ഖുർആനല്ലേ സഹോദരങ്ങളെ പറയുന്നത്? അവന്റെ ഖുർആൻ കേൾക്കാനല്ലേ ഈ മഞ്ഞത്ത് വന്ന് നിങ്ങൾ ഇരിക്കുന്നത്? എന്തെല്ലാം നിങ്ങൾക്ക് ജോലിയുണ്ട്. നാളത്തെ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യണം, ഇന്നത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് അതിന്റെ കണക്കെടുക്കണം, അല്ലെങ്കിൽ അതിന്റെ നിരൂപണം നടത്തണം. ഇതൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകുമ്പോ അതൊക്കെ ഒഴിവാക്കിയിട്ട് ഈ നല്ല സമയത്ത്
മാത്രമല്ല ഈ സമയത്ത് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു തന്ന ഏറ്റവും നല്ല സമയമാണ് ഈ സമയം. കാരണം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഓട്ടത്തിനിടയിൽ നമ്മുടെ രാവിലെ ഇറങ്ങി നമ്മൾ ഓടുന്നതാണ് വാപ്പ അല്ലെങ്കിൽ സഹോദരൻ ഒക്കെ. അപ്പൊ തിരിച്ച് വീട്ടിൽ വന്ന് നമ്മുടെ കുഞ്ഞു മക്കളെ ലാളിക്കാൻ വയസ്സ് കൂടിക്കൊണ്ടിരിക്കുകയല്ലേ അവരുടേത്. നമ്മൾ ഓരോ ദിവസം ഇങ്ങനെ കറങ്ങി നടക്കുമ്പോ കുട്ടികളുടെ ആ ശൈശവം കടന്ന് ബാല്യത്തിലെത്തി, കൗമാരത്തിലെത്തി, യൗവനത്തിലെത്തി, വാർദ്ധക്യത്തിലേക്ക് പോകുന്ന ഈ ഘട്ടങ്ങൾ കഴിഞ്ഞു വരികയല്ലേ. നമ്മുടെ മക്കളോട് സഹവസിക്കാൻ, കരുണ കാണിക്കാൻ, കൊഞ്ചിക്കാൻ, ലാളിക്കാൻ കിട്ടുന്ന ഒരു അവസരം നമ്മൾ നഷ്ടപ്പെടുത്തരുത്. ഇന്ന് പറ്റിയില്ല, നാളെ നമ്മൾ വീണ്ടും കളിപ്പിക്കാൻ നിൽക്കുമ്പോ ഒരു ദിവസം അവന്റെ ജീവിതത്തിൽ മാറിയിരിക്കുകയാണ്. ഇതാണ് സംഭവിക്കുന്നത്. അപ്പൊ ആ പ്രധാനപ്പെട്ട സമയമൊക്കെ നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് ഖുർആനോട് നിങ്ങളുടെ താല്പര്യം കൊണ്ടാണ്. അള്ളാഹു അത് എന്നെന്ന് നിലനിർത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.